മുംബൈ റെയിൽവേ സ്റ്റേഷന്റെ കനത്ത ഇരുമ്പ് കവാടത്തിന് മുമ്പിൽ ചലനമില്ലാതെ ഞാൻ നിന്നുപോയി. പെയ്തു തുടങ്ങിയ മഴത്തുള്ളികൾ എന്നെ നനയിച്ചു തുടങ്ങി. ഞാൻ ആർത്ത് കരയാനും മഴയുടെ ഇരച്ചിലിൽ അത് അലിഞ്ഞു ചേരുവാനും തുടങ്ങി. ആ ജനക്കൂട്ടത്തിനിടയിൽ കൺമുമ്പിൽ നിന്നും മറിഞ്ഞുപോയ ജോർജിന്റെയും ജൂലിയുടെയും നിഴലുകൾ എന്നെ ശരിക്കും ഒരു ശൂന്യതയിലേക്ക് തള്ളിയിട്ടു. വലിയൊരു നാടകം കളിച്ച് സ്നേഹത്തിന്റെ ചില നനവുള്ള ഓർമ്മകൾ തന്ന് ഒടുവിൽ എന്നെ വഴിയരികിൽ ഉപേക്ഷിച്ചു പോയ ആ മനുഷ്യനെ ഓർത്ത് ഞാൻ നെഞ്ചു പൊട്ടി. സത്യത്തിൽ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. മനസ്സ് തുറന്നൊന്നും സംസാരിക്കാനോ ഈ സങ്കടം പങ്കുവയ്ക്കാനോ ഒരുറ്റ സുഹൃത്തോ ബന്ധുക്കളോ എന്തിന് രക്തബന്ധങ്ങൾ പോലും എനിക്കില്ലായിരുന്നു. തികച്ചു ഒറ്റപ്പെട്ടു പോയ ഒരു അനാഥയെ പോലെ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നു. തിരികെ ഫ്ലാറ്റിലേക്ക് പോകാനായി ക്യാബ് ബുക്ക് ചെയ്യാനായി ഫോൺ എടുത്തപ്പോഴാണ് ദയാലിന്റെ കോൾ വരുന്നത്. എൻ്റെ ഒരേയൊരു നല്ല സുഹൃത്ത് ദയാലിനും ഭാര്യ രശ്മീച്ചിക്കും 10 വയസ്സുകാരി മകൾ ശ്രേയയ്ക്കുമൊപ്പം ചെലവഴിക്കുന്ന ആ കുറച്ച് നിമിഷങ്ങളായിരുന്നു ഇടയ്ക്കൊക്കെ എൻ്റെ മുംബൈ ജീവിതത്തിലെ ഏക ആശ്വാസം. പാവങ്ങളാണ്. ഇടയ്ക്കൊക്കെ അവരുടെ ഫ്ലാറ്റിൽ പോകാറുണ്ട്. രശ്മീച്ചിയുടെ പലവിധ പാചക പരീക്ഷണങ്ങൾക്ക് ചിരിയോടെ ഇരയാക്കാറുള്ളത് ഞാനായിരുന്നു. എനിക്കതൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. ആ നിമിഷം എൻ്റെ സ്വന്തം ഫ്ലാറ്റിലെ ആ ഇരുട്ടിലേക്ക് മടങ്ങുന്നതിനേക്കാൾ എനിക്ക് ദയാലിന്റെ വീട്ടിലേക്ക് പോകാനാണ് തോന്നിയത്. ഗർഭാവസ്ഥയുടെ ആദ്യ ലക്ഷണങ്ങൾ കൊണ്ടായിരിക്കും എന്തൊക്കെയോ നല്ല ഭക്ഷണം കഴിക്കണമെന്നൊരു കൊതിയും ഉള്ളിൽ തോന്നി തുടങ്ങി. ക്യാബ് നേരെ ദയാലിന്റെ ഫ്ലാറ്റിലേക്കാണ് എത്തിയത്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി എന്നെ കണ്ട് ദയാലും രശ്മിജിയും ഒരുപോലെ അത്ഭുതപ്പെട്ടു. എന്റെ മുഖത്തെ വിളർച്ചയും ആകെ തളർന്ന ആ ഭാവവും അവരെ ഭയപ്പെടുത്തുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. എന്താ ദർശിനി, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഒരു മാറ്റവുമില്ലല്ലോ. എന്താ നിനക്ക് പറ്റിയത്? ദയാൽ ആശങ്കയോടെ കാര്യങ്ങൾ തിരക്കി. ലക്ഷ്മിയേച്ചി എനിക്ക് കുടിക്കുവാൻ ചൂടുവെള്ളം തന്നു. ആ സ്നേഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എനിക്കായില്ല. ഞാൻ ഉള്ളിൽ കിടന്ന സങ്കടങ്ങൾ ഓരോന്നായി ദയാലിനോട് പറഞ്ഞു. എന്റെ മനസ്സ് അവർക്ക് മുമ്പിൽ പൊട്ടിയടർന്നു പോയിരുന്നു. പക്ഷേ ഞാൻ ഗർഭിണിയാണെന്ന് സത്യം മാത്രം അവരോട് വെളിപ്പെടുത്തിയില്ല. ജോർജ് എന്നെ എങ്ങനെയാണ് ഒരു കരാറിനായി ഉപയോഗിച്ചതെന്നും സ്റ്റേഷനിൽ വെച്ച് ജൂലിയോടൊപ്പം എന്നെ ഉപേക്ഷിച്ചു പോയതുമെല്ലാം ഞാൻ വിതുമ്പലോടെ പറഞ്ഞു തീർത്തു. അത് കേട്ട ദയാലിന്റെ മുഖം ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും ചുവന്നു. ആ നിമിഷം രശ്മിച്ചി എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. മുൻപ് ബുക്ക് ചെയ്തു പോയ കുറച്ച് ഫോട്ടോഗ്രാഫി വർക്കുകൾ മാത്രമാണ് ഞാൻ പൂർത്തിയാക്കിയത്. പുതിയ വർക്കുകളൊന്നും എടുക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. ശാരീരികമായും മാനസികമായും ഞാൻ അത്രമേൽ തളർന്നു കഴിഞ്ഞിരുന്നു. ജോർജ് എന്നെ വിളിച്ചതേയില്ല, കാണാൻ ശ്രമിച്ചതുമില്ല. ഞാൻ അവന്റെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി മായ്ക്കപ്പെട്ട ഒരു ചിത്രമായി മാറിയിരുന്നു. വീട്ടിലിരുന്ന് മുഷിഞ്ഞ ഒരു ദിവസം ഒരു മോള് വെറുതെ പോയിരുന്നാണ് ഞാൻ. ജനത്തിരക്കിനിടയിലൂടെ പതുക്കെ നടക്കുമ്പോൾ എതിരെ വരുന്ന രണ്ടുപേരെ കണ്ട് എന്റെ ശ്വാസം നിലച്ചുപോയി. ജോർജും ജൂലിയും. അവർ പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് ഉറക്കെ ചിരിച്ച് സംസാരിച്ചു വരുവാണ്. ജൂലി എന്തോ പറഞ്ഞ് ജോർജിന്റെ നെഞ്ചിലേക്ക് ചായുന്നുണ്ട്. അവനവളുടെ നെറ്റിയിൽ ചുംബിക്കുന്നു. ആ കനത്ത മഴയുള്ള രാത്രികളിൽ എന്റെ ശരീരത്തിൽ പടർന്ന അതേ ചൂടോടെ അവൻ ജൂലിയെ ചേർത്ത് പിടിക്കുന്നത് കണ്ടപ്പോ എന്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. ഞാനൊരു കൽത്തൂണിന് പിന്നിലേക്ക് ഒളിച്ചു നിന്നു. അവരുടെ ആ കളിച്ചിരികൾ എന്നെ മാനസികമായി വീണ്ടും തകർത്തു കളഞ്ഞു. പതിയെ പതിയെ മനസ്സ് കൈവിട്ടു പോകുന്ന ദിവസങ്ങൾ. പൂർണ്ണമായും ഞാനൊരു ഭ്രാന്തിയാകുമെന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ തീരുമാനിച്ചത്. നില വെറുമൊരു ഡോക്ടർ മാത്രമായിരുന്നില്ല. പതുക്കെ എന്റെ മനസ്സിനെ തൊട്ടറിഞ്ഞ ഒരു നല്ല സുഹൃത്തായി അവൾ മാറി. അവരോട് ഞാൻ എന്റെ ഗർഭാവസ്ഥയെക്കുറിച്ച് ആദ്യമായി തുറന്നു പറഞ്ഞു. ലിലയുടെ കൗൺസിലിങ്ങിലാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടോ ആ വെറുപ്പിനിടയിലും ചില രാത്രികളിൽ എനിക്ക് ജോർജിയെ കാണാൻ കൊതി തോന്നി. ഇടയ്ക്കെപ്പോഴോ അവന്റെ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ട് ഞാൻ ഫോണിൽ വിളിച്ചു. ഹലോ ദർശിനി, ഞാൻ കുറച്ച് തിരക്കിലാ, ബിസിനസ് കാര്യങ്ങളിലാണ്. മറുതലക്കിൽ അവന്റെ പരിക്കൻ ശബ്ദം കേട്ടു. നിനക്ക് സുഖം തന്നെയല്ലേ? എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? അവൻ തിരക്കി. ഉണ്ടെന്നുറക്കെ വിളിച്ചു പറയാൻ ആഗ്രഹിച്ചെങ്കിലും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ആ വിളി എന്നെ കൂടുതൽ തളർച്ചയിലേക്ക് മാത്രമാണ് എത്തിച്ചതെന്ന് ഞാൻ അറിഞ്ഞു. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ തോന്നി. അങ്ങനെ ഇരിക്കാണ് ഒരു ദിവസം നാട്ടിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് ആ കോൾ വരുന്നത്. എന്റെ അച്ഛൻ അസുഖം വളരെ കൂടുതലാണെന്നും
അവസാനമായി ഒരു നോക്ക് കാണാൻ വരണമെന്നുമുള്ള ഒരു ഫോൺ കോൾ. ഉപേക്ഷിച്ചു പോയ ബന്ധങ്ങളെക്കുറിച്ചും എന്റെ എടുത്തുചാട്ടങ്ങളെക്കുറിച്ചും ഓർത്ത് ഞാൻ വല്ലാതെ വ്യാകുലതപ്പെടാൻ തുടങ്ങിയിരുന്നു. ഒടുവിൽ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെയും താങ്ങി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ കാലുകുത്തുന്നത്. പഴമയുടെ മണമുള്ള ആ മണ്ണില് എന്റെ അമ്മയുടെ മോളെ എന്നുള്ള വിളി എന്റെ കാതുകളിൽ മുഴങ്ങുന്നതുപോലെ തോന്നി എനിക്ക്. അവിടെ അച്ഛൻ കിടപ്പിലായിരുന്നു. എന്റെ രണ്ടാനമ്മയും അവരുടെ മകനായ അർജുനും അവിടെയുണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പാവം സ്ത്രീ ഓടി വന്ന് എന്റെ കൈകൾ കവർന്നു. ആ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്റെ അമ്മയുടെ സ്ഥാനം കവർന്ന ആ സ്ത്രീ എന്ന പേരിൽ അവരെ അന്നൊക്കെ ഞാൻ അവഗണിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അർജുൻ ഇപ്പൊ MBA ചെയ്യുകയാണ്. എന്നെ കണ്ടതും അവന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ചേച്ചി എന്നുള്ള അവന്റെ വിളിയിൽ ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്നു. അർജുൻ എന്നെ പണ്ട് മുതലേ ജീവനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ഒത്തുചേരൽ എന്റെ ഉള്ളിലെ കനലിനെ അല്പമൊന്ന് അടയ്ക്കാൻ കഴിയുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. കിടക്കയിൽ മരണത്തോട് പോരാടുന്ന അച്ഛന്റെ അരികിലിരുന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. മെലിഞ്ഞുണങ്ങിയ ആ കൈകളിലേക്ക് ഞാൻ എന്റെ കൈകൾ ചേർത്തു വെച്ചു. മാപ്പ്. ഞാൻ 1000 വട്ടം മനസ്സിൽ അലറി വിളിച്ചു. എന്റെ ജീവിതം തകർത്തു കളഞ്ഞ ആ തീരുമാനങ്ങളെ ഓർത്ത് ഞാൻ അച്ഛനോട് മനസ്സിൽ മാപ്പ് അപേക്ഷിച്ചു പോയി. മോളെ, നീ ഇടയ്ക്കൊക്കെ ഈ വീട്ടിലേക്ക് വരണം. ഈ അച്ഛനോട് ക്ഷമിക്കണം. ഈ വീട് നിന്റെയാ. മോളുടെ അമ്മയെ ഈ അച്ഛൻ അന്നും ഇന്നും മറന്നിട്ടില്ല. എന്റെ അച്ഛൻ പതറിയ ശബ്ദത്തിൽ പറഞ്ഞപ്പോ എന്റെ സങ്കടം അണപൊട്ടിയൊഴുകി. അച്ഛന്റെ കണ്ണുകൾ ചാലുകീറി കവിളിലേക്ക് ഒഴുകുന്നത് ഞാൻ എന്റെ കൈകളാൽ ഒപ്പിയെടുത്തു. ഇതിനിടയിൽ ഒരു ദിവസം ജോർജിയുടെ അമ്മച്ചീനെ വിളിച്ചു. സ്നേഹം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോ എനിക്ക് സഹിക്കാനായില്ല. മോളെ, നിനക്ക് സുഖമാണോ? എന്താ ഇങ്ങോട്ട് വരാത്തത്? അവൻ ജോർജി തിരക്കുകളിലാണെങ്കിൽ നീ ഇങ്ങോട്ട് പോരുമോളെ. അമ്മച്ചി എന്നെ വല്ലാണ്ട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് കരച്ചിൽ അമർത്തിപ്പിടിച്ചാണ് ഞാനൊന്ന് ഫോൺ വെച്ചത്. സത്യങ്ങൾ അറിഞ്ഞാല് ആ പാവം മനുഷ്യർ തകർന്നു പോകുമെന്ന് എനിക്കറിയായിരുന്നു. ദിവസങ്ങളും ആഴ്ചകളും കൊഴിഞ്ഞുപോയി. എന്റെ കുഞ്ഞു വയറ് മെല്ലെ മുല്ലെ പുറത്തേക്ക് കാണാൻ തക്കവണ്ണം വീർത്തു വന്നു. ദർശിനി എന്ന ഫോട്ടോഗ്രാഫർ പതുക്കെ ഒരു അമ്മയായി മാറുന്നതിന്റെ പിടച്ചിലുകൾ ഞാൻ അറിഞ്ഞു തുടങ്ങി. കാലങ്ങളായിരുന്നു അത്. മുംബൈയിലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ മിത്രയോടൊപ്പം പോയാണ് ഞാൻ റെഗുലർ ചെക്കപ്പുകൾ നടത്തിയത്. ഓരോ തവണയും സ്കാനിംഗ് സ്ക്രീനിൽ ചെറിയ ജീവന്റെ ഹൃദയമിടിപ്പ് കേൾക്കുമ്പോൾ എന്റെ കണ്ണുകൾ നിറയുമായിരുന്നു. ഇതെന്റെ മാത്രം കുഞ്ഞാണ്, എന്റെ ജീവനാണ് ഞാൻ ഉള്ളിൽ പറയുമായിരുന്നു. ഗർഭാവസ്ഥയുടെ 3-ാം മാസത്തിലേക്ക് കടന്നതോടെ മറയ്ക്കാനായി ഞാൻ വലിയ ഡിസൈൻ വസ്ത്രങ്ങളും അയഞ്ഞ സാരികളും ധരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് അവിചാരിതമായിട്ട് എന്റെ ഫോൺ വീണ്ടും ശബ്ദിക്കുന്നത്. സ്ക്രീനിൽ തെളിഞ്ഞ ആ പേര് കണ്ടപ്പോ എന്റെ ഹൃദയമിടിപ്പ് നിലച്ചുപോയി. അത് ജോർജിയായിരുന്നു. വളരെ ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും ശേഷം അവൻ എന്നെ വിളിച്ചിരിക്കുന്നു. മുൻപൊരിക്കൽ പോലും വിളിച്ചന്വേഷിക്കാത്ത ആ മനുഷ്യനെ എന്തിനായിരിക്കും ഇപ്പൊ വിളിക്കുന്നത്? ഭയത്തോടെയും വലിയ ആശങ്കയോടെയും ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. മറുതലയ്ക്ക് കേട്ടത് പതറിയ ആവലാതി നിറഞ്ഞ ജോർജിന്റെ ശബ്ദമാണ്. അമ്മച്ചിക്ക് തീരെ സുഖമില്ലെന്നും ക്യാൻസറിന്റെ ആരംഭമാണെന്ന് ഡോക്ടർ പറഞ്ഞെന്നും അപ്പച്ചൻ വല്ലാതെ വിഷമിച്ചാണ് വിളിച്ചതെന്നും അവൻ പറഞ്ഞു. നമ്മളെ ഒരുമിച്ച് കാണണമെന്ന് അമ്മച്ചിക്ക് വലിയ ആഗ്രഹമാണെന്നും ഉടനെ തന്നെ നാട്ടിലേക്ക് വരണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ടെന്നും അവൻ ആവലാതിയോടെ പറഞ്ഞു തുടങ്ങി. അവന്റെ ശബ്ദത്തിലെ പരിഭ്രാന്തി കേട്ടിട്ടും എനിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവൻ അപ്പുറത്തു നിന്നും ഹലോ ഹലോ ദർശിനി എന്ന് വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. എങ്കിലും എന്റെ തൊണ്ടയിൽ വാക്കുകൾ കുടുങ്ങിപ്പോയി. ഒടുവിൽ മറുപടി കാക്കാതെ ആ ഫോൺ കട്ടായി. കേവലം ഒരു ബീപ്പ് ശബ്ദം മാത്രം ആ മുറിയിൽ അവശേഷിക്കുന്നത് ഞാൻ അറിഞ്ഞു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ഫ്ളാറ്റിന്റെ താഴെ ജോർജിയുടെ കാർ വന്ന് നിൽക്കുന്നത് ഞാൻ ജനാലയിലൂടെ കണ്ടു. കാറിന് നിറങ്ങി വിയർത്തു കുളിച്ച വസ്ത്രങ്ങളോടെ അവൻ അതിവേഗം ലിഫ്റ്റിന് നേരെ നടക്കുന്നത് കണ്ടപ്പോ എന്റെ മനസ്സ് വീണ്ടും ചഞ്ചലപ്പെട്ടു. എന്നെ വീണ്ടും ഒരു കരാറുകാരിയാക്കി മാത്രമായിരിക്കും അവൻ വന്നത്. കോളിമെല്ലിന്റെ ശബ്ദം ഫ്ളാറ്റിനുള്ളിൽ മുഴങ്ങിയപ്പോ ഡോറ് തുറക്കാൻ എന്റെ മനസ്സ് വിസമ്മതിച്ചു. എങ്കിലും ഞാൻ പതുക്കെ വാതിൽ തുറന്നു. പാഞ്ഞിറങ്ങി വന്ന ജോർജ് ചുറ്റും നോക്കാതെ എന്റെ ഇരു കൈകളിലും ബലമായി പിടിച്ചു. അന്ന് എപ്പോഴോ ആ കൈകളിൽ തൊടുമ്പോൾ ഞാൻ അനുഭവിച്ചിരുന്ന സുരക്ഷിതത്വത്തിൽ നിന്ന് ആ ഒരു ചൂട് ഇന്നവിടെ ഇല്ലായിരുന്നു. വികാരങ്ങളില്ലാത്ത ഒരു മരത്തടി പോലെ തണുപ്പായിരുന്നു കൈകൾക്ക്. അവൻ എന്നെ പതുക്കെ സോഫയിലേക്ക് ഇരുത്തി എനിക്ക് അഭിമുഖമായി ഇരുന്നു.
അവന്റെ കണ്ണുകളിൽ ഭയവും അപേക്ഷയും ഉണ്ടായിരുന്നു. ദർശിനി, നീ എന്നെ ഒരിക്കൽ കൂടി സഹായിക്കണം. അമ്മച്ചിക്ക് സുഖമില്ല. അപ്പച്ചൻ വിളിച്ചിട്ട് എനിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് ഒരുമിച്ചൊന്ന് പോണം. നിനക്ക് ഞാൻ പണം എത്ര വേണമെങ്കിലും തരാം. അവൻ പറഞ്ഞു തുടങ്ങി. പണം? ആ വാക്ക് കേട്ടതും ഉള്ളിൽ തിളച്ചുമറിഞ്ഞ ദേഷ്യത്തോടെ ഞാൻ അവന്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞു. വീണ്ടും അവൻ എന്റെ സ്നേഹത്തെ ആഗ്രഹങ്ങളെ പണം വെച്ച് വിലയിടുന്നു. തല പെരുക്കുന്നത് പോലെ തോന്നിയ ഞാൻ വേഗത്തിൽ എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് കയറി വാതിലടിച്ചു. ഉപയോഗശൂന്യമായ പണം ഞാൻ ഒന്നിനും വിനിയോഗിച്ചിട്ടില്ല ജോർജി. എന്റെ മനസ്സ് പിറുപിറുത്തു. അവൻ പുറത്തുനിന്ന് വാതിലെ മുട്ടിക്കൊണ്ടേയിരുന്നു. ഒരു ബഹളമുണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വാതി തുറന്ന് ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയുടെ ഇരുമ്പ് കൈവരികളിൽ കൈകൾ അമർത്തിപ്പിടിച്ച് ഞാൻ താഴത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. ജോർജ് പതുക്കെ എന്റെ പിന്നിൽ വന്നു നിന്നു. അപ്പോഴത്തെ അവന്റെ ശബ്ദം ഒരു യാചന പോലെയായിരുന്നു. ദർശിനി, പ്ലീസ്. താലിച്ചരടിന്റെയോ കരാറുകളുടെയോ നിബന്ധനകൾ അതൊന്നുമില്ലടോ. ഒരു സുഹൃത്തായി നീ എന്നെ ഒന്ന് സഹായിക്കണം. നീയും അവരെ സ്നേഹിച്ചതല്ലേ? അമ്മച്ചിക്ക് ക്യാൻസറിന്റെ ആദ്യഘട്ടമാണെന്നാണ് ഡോക്ടർ പറയുന്നത്. നമ്മൾ ഒരുമിച്ച് കാണണമെന്ന് അമ്മച്ചിക്ക് വലിയ ആഗ്രഹമാണ് ദർശിനി. എന്റെ ഭാഗത്ത് 100 തെറ്റുകളുണ്ട്. ആ കുറ്റബോധം കൊണ്ടാണ് ഞാൻ നിനക്കരികിലേക്ക് വരാതിരുന്നത്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നീ എന്നെ കൈവിടരുത്. അവൻ എനിക്ക് മുൻപിൽ കേഴുകയാണെന്ന് തോന്നി എനിക്ക്. അമ്മച്ചിയുടെ രോഗവിവരം കേട്ടപ്പോൾ എന്റെ ഹൃദയം ചുരുങ്ങുന്നത് പോലെ തോന്നി. കൺകോണുകളിൽ നിന്നും കണ്ണീർ ഒലിച്ചിറങ്ങി. ജോർജ് പാകിയ വിത്തുകൾ എന്റെ ഗർഭപാത്രത്തിൽ വളരുന്നത് അവൻ അറിയാതെ. അമ്മച്ചി എന്ന പാവം സ്ത്രീയോടുള്ള ആദരവ് കാരണം ഞാൻ വീണ്ടും ആ തറവാട്ടിലേക്ക് പോകാൻ സമ്മതിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ആ തറവാടിന്റെ പടികടന്നെത്തി. പണ്ട് പ്രൗഢിയോടെ നിന്നിരുന്ന ആ വീടിപ്പോൾ വല്ലാത്തൊരു ശൂന്യതയിലായിരുന്നു. മുറിയിലെ കട്ടിലെ മെലിഞ്ഞുണങ്ങിക്കിടക്കുന്ന അമ്മച്ചിയുടെ ആ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ജോർജിക്ക് വേണ്ടിയല്ല, ആ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ നിന്നത്. അമ്മച്ചി എന്റെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജോർജികൾക്ക് അവശതയോടെ പതുക്കെ പറഞ്ഞു. എന്റെ മോനെ നോക്കിക്കൊണ്ടേ മോളെ. മോളുടെ വീടാ ഇത്. നിങ്ങളുടെ മക്കളെയൊക്കെ കളിപ്പിച്ചിട്ട് കൊതി തീർന്നിട്ട് പോകാൻ അമ്മച്ചിക്ക് പറ്റുമെന്ന് തോന്നില്ല. ആ വാക്കുകൾ കേട്ടപ്പോ അമ്മച്ചി, ഞാൻ വെറുമൊരു കരാറുകാരി മാത്രമാണെന്ന് ഉറക്കെ അലറി വിളിച്ച് കൂവാൻ തോന്നി എനിക്ക്. വാതുക്കൽ തോൾമുണ്ടുകൊണ്ട് കണ്ണീരൊപ്പുന്ന അപ്പച്ചനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ പരുക്കൻ മനസ്സിനുള്ളിൽ അമ്മച്ചി ഓർത്ത് ഇത്രയും സങ്കടമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ആ അപ്പച്ചന്റെ യാചന നിറഞ്ഞ നോട്ടം എന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ജോർജ് മുറിയുടെ ഒരു മൂലയിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. ഈ ജീവിത നാടകത്തിൽ അവനിപ്പോൾ യാതൊരു റോളുമില്ലാത്തതുപോലെ എനിക്ക് തോന്നി. പിന്നെയും കുറച്ച് ദിവസങ്ങൾ അവിടെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യമായിരുന്നു അത്. ആ ദിവസങ്ങളിലൊക്കെ ജോർജ് എന്നോട് സംസാരിക്കാൻ പലപ്പോഴായി ശ്രമിച്ചു. ക്ഷമ ചോദിക്കാനും ആ പഴയ സൗഹൃദം വീണ്ടെടുക്കാനും അവൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് എനിക്ക് തോന്നി. അർഹിക്കാത്തതൊന്നും നിനക്ക് ലഭിക്കില്ല ജോർജി എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു തുടങ്ങി. ദർശിനി, നമുക്കൊന്ന് പുറത്തു പോയാലോ? അവനൊരു വൈകുന്നേരം എനിക്കരികിലേക്ക് വന്നു. എനിക്ക് എങ്ങോട്ടും പോകാൻ താല്പര്യമില്ല ജോർജി. അവന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ഞാനത് തിരസ്കരിച്ചു. ചില ദിവസങ്ങളിൽ അവൻ അടുക്കളയിൽ കയറി എനിക്കിഷ്ടമുള്ള ആഹാരം പാകം ചെയ്ത് മേശപ്പുറത്ത് വെക്കുമായിരുന്നു. എന്നാൽ ആ സ്നേഹപ്രകടനങ്ങളെല്ലാം ഞാൻ തികഞ്ഞ അവഗണനയോടെ തള്ളിക്കളഞ്ഞു. പ്രഗ്നൻസിയുടെ ആദ്യ ഘട്ടമായതുകൊണ്ട് തന്നെ എനിക്ക് കടുത്ത ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടു. തളർച്ച മറിക്കാൻ ഞാൻ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. ഒളിച്ചിരുന്ന് മരുന്നുകൾ കഴിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ കട്ടിലിൽ തളർന്നിരുന്നത് കണ്ട് ജോർജിന്റെ അരികിലേക്ക് വന്നു ആശങ്കയോട് ചോദിച്ചു. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ദർശിനി? എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? നിന്റെ മുഖമൊക്കെ വല്ലാണ്ട് വിളറിയിരിക്കുന്നു. ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അതൊക്കെ അന്വേഷിക്കാൻ നീ എന്റെ ആരാണ് ജോർജി? പൈസ തന്ന് നീ എന്നെ ഇവിടെ നിർത്തിയിട്ടല്ലേ ഉള്ളൂ. ഞാനിവിടെ നിൽക്കുന്നത് നിന്റെ അപ്പച്ചനും അമ്മച്ചയ്ക്കും വേണ്ടിയാണ്. നീ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലെന്നും ഒരു സുഹൃത്തായി പോലും കണ്ടിട്ടില്ലെന്നും എനിക്കറിയാം. പക്ഷേ നിന്റെ വീട്ടുകാരെന്നോട് അങ്ങനല്ല ചെയ്ത്. എന്റെ ആ മൂർച്ചയുള്ള മറുപടിക്ക് മുമ്പിൽ മറുവാക്കില്ലാതെ അവൻ തിരിഞ്ഞു നടന്നു. ദിവസങ്ങൾ കടന്നുപോയതോടെ എന്റെ ശരീരത്തില് മാറ്റങ്ങൾ കൂടുതൽ പ്രകടമായി തുടങ്ങി. 3 മാസങ്ങൾ പിന്നിട്ട ഗർഭാവസ്ഥ കാരണം എന്റെ വയറു പതുക്കെ വീർത്തു വന്നു. പ്രഗ്നൻസിയുടെ ആ ലക്ഷണങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ ഇനി എനിക്ക് കഴിയില്ലെന്ന് എനിക്ക് സ്വയം തോന്നി തുടങ്ങി.
ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് എന്റെ മുഖം ചുവന്നു തൊടുത്തു. ജോർജിയുടെ സാമീപ്യം ഇടയ്ക്കൊക്കെ എന്നെ വല്ലാതെ അസ്വസ്ഥയാക്കാൻ തുടങ്ങി. അവനൊപ്പം ഒരു നിമിഷം പോലും തുടരാൻ എന്റെ മനസ്സ് അനുവദിക്കാത്ത പോലെ. എന്നാൽ ഈ സത്യങ്ങൾ അവനോട് തുറന്നു പറയാൻ എന്റെ ആത്മാഭിമാനം എന്നെ സമ്മതിച്ചില്ല. തുറന്നു പറഞ്ഞാല് അവൻ ചെയ്ത തെറ്റിന്റെ ആഴം എങ്ങനെ നികത്താനാണ്? ജൂലിയെക്കുറിച്ച് അവൻ എന്നോട് തുറന്നു പറയാമായിരുന്നു. എങ്കിൽ ഞങ്ങൾക്കിടയിൽ ഇത്രയും വലിയൊരു മതിലുണ്ടാകില്ലായിരുന്നുവെന്ന് ഞാൻ ഓർത്തു. ഒരു ഞായറാഴ്ച രാവിലെ അവൻ എൻ്റെ അരികിൽ വന്നു. നമുക്കൊന്ന് പള്ളിയിൽ പോയല്ലോ ദർശിനി. അവന്റെ ശബ്ദത്തിൽ വലിയൊരു വേദനയുടെ ഭാരമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. വീട്ടിലെ അവസ്ഥകൾ കാരണം അവൻ സ്വയം കുഴങ്ങി തുടങ്ങിയിരുന്നു. അപ്പച്ചനും വയ്യാതായതോടെ നാട്ടിലെ ബിസിനസ്സുകളുടെ മേൽനോട്ടം വഹിക്കാൻ ജോർജ് നിർബന്ധിതനായി തുടങ്ങി. ഇതിനിടയിൽ ജോർജിന്റെ ഫോണിലേക്ക് ജൂലിയുടെ കോളുകൾ നിർത്താതെ വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ആ കോളുകൾ അറ്റൻഡ് ചെയ്യാനോ സംസാരിക്കാനോ മുതിർന്നില്ല. നാട്ടിലെ തിരക്കുകളിലേക്ക് അവൻ മനഃപൂർവ്വം ഒതുങ്ങുകയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ആരോഗ്യാവസ്ഥ കൂടുതൽ ഗുരുതരമായി വന്നു. കടുത്ത ക്ഷീണം കാരണം കൃത്യമായി മരുന്നുപോലും കഴിക്കാൻ എനിക്ക് കഴിയാതെയായി. എങ്ങനെയെങ്കിലും ഈ തറവാട്ടിൽ നിന്നും ജോർജിയുടെ കൺവെട്ടിൽ നിന്നും രക്ഷപ്പെടണം എന്ന ചിന്ത മാത്രമായി എനിക്ക്. ഇനി വൈകിയാൽ ചില സത്യങ്ങൾ അവന് മുമ്പിൽ തെളിവാകുമെന്ന് എന്നെ ഭാരപ്പെടുത്തി. പക്ഷെ ഞാനിനി എങ്ങോട്ട് പോകും? അച്ഛനും അമ്മയുമില്ലാത്ത ഗർഭിണിയായ ഒരു യുവതിയെ ആര് സ്വീകരിക്കും? തീർത്തും വെള്ളമില്ലാത്ത ഒരു ഉൾക്കടലിന്റെ നടുവിൽ അകപ്പെട്ടു പോയ ഒരവസ്ഥയിലായിരുന്നു ഞാൻ. ദാഹിക്കുന്നുണ്ട്, ചുറ്റും അതിരുകളില്ലാതെ ഉപ്പുവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്, അത് കോരി കുടിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല. ഞാൻ തിരികെ മുംബൈയിലേക്ക് പോകാൻ സ്വയം തയ്യാറെടുത്തു തുടങ്ങി. എന്നാൽ വിരോധാഭാസമെന്ന് പറയട്ടെ, ജോർജ് ഇപ്പോൾ എനിക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം പോലെ പതിയെ വന്നു തുടങ്ങി. പണ്ട് കാണിക്കാത്ത ഒരു പ്രത്യേക കരുതലും ആശങ്കയും അവനെന്നോട് കാണിക്കാൻ തുടങ്ങി. അടുക്കാനവൻ ശ്രമിക്കുമ്പോഴൊക്കെയും കൂടുതൽ ദൂരത്തേക്ക് അകന്നു പോകാനുണ്ട് എന്റെ മനസ്സ് വെമ്പൽ കൊണ്ടത്. ഇതിനിടയിൽ അമ്മച്ചിയുടെ ആരോഗ്യം മെല്ലെ മെച്ചപ്പെടുന്നുണ്ടായിരുന്നു. ഇനി എനിക്ക് തിരികെ പോകണം. ഞാൻ പോവാണ്. ഒരു തിരികെ യാത്രയ്ക്ക്, ഒരു വലിയ വേർപാടിന്, ഒരുപാട് ദൂരേക്ക്, അങ്ങു ദൂരെ. തുടരും.